ആത്മാവച്ചൻ എന്ന് ആളുകൾ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന ദൈവദാസൻ ബ്രൂണോ കണിയാരകത്തച്ഛൻ്റെ 32ാം ചരമവാർഷികം കുര്യനാട് ആശ്രമ ദേവാലയത്തിൽ നടന്നു. കോട്ടയം അതിരൂപതാ മെത്രാൻ മാർ മാത്യു മൂലക്കാട് തിരുക്കർമ്മങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. ബ്രൂണോ അച്ഛൻ്റെ 32ാം ചരമവാർഷികം ശ്രാദ്ധമായിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ കുര്യനാട് സെൻ്റ് ആൻസ് ആശ്രമത്തിൽ ദേവാലയത്തിൽ കോട്ടയം രൂപതയുടെ മെത്രാപ്പൊലിത്ത മാർ മാത്യു മൂലക്കാട്ട് പിതാവിൻ്റെ പ്രധാന കാർമ്മികത്വത്തിൽ ധാരാളം വൈദികരും സിസ്റ്റേഴ്സും അതുപോലെ ദൈവജനങ്ങളുമൊത്ത് നടത്തുകയുണ്ടായി. ലോകത്തിൻ്റെ മുഴുവൻ നാഥനായ തമ്പുരാൻ സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളോടും പ്രകൃതിയോടും മനുഷ്യരോടുമൊക്കെ ഇണങ്ങി ജീവിച്ച് എല്ലാവരെയും സ്നേഹിച്ച ലാളിത്യത്തിൻ്റെ ഒരു മൂർത്തിയും ഭാവമായിരുന്നു ബ്രൂണോ അച്ഛൻ. അതുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിരുന്ന ആളുകൾ ആത്മാവച്ചൻ എന്ന് വിളിച്ചിരുന്നു. ആത്മാവിൽ നിന്ന് ഉളവാകുന്ന സ്നേഹവും അതുപോലെ തന്നെ കരുണാർദ്രമായിട്ടുള്ള കരുണയുമൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖഭാഗമായിരുന്നു. കാർഷിക മേഖലയിലുണ്ടായിരുന്ന ആളുകൾക്ക് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ചാഴിയും കീടങ്ങളെയും ഒക്കെ വിലക്കുകയും അതുപോലെ തന്നെ കൃഷിയും മൃഗങ്ങളുമൊക്കെ സംരക്ഷിക്കുന്നതിനായിട്ട് വെള്ളം വെഞ്ചരിച്ച് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത അനുഭവങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണശേഷം ധാരാളം ആളുകൾ എന്നും ആ കബറിടത്തിങ്ങ് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ നിന്ന് ധാരാളമായിട്ട് അനുഗ്രഹങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്നും ധാരാളമായിട്ട് ആളുകൾ രാവിലെ പ്രഭാതത്തിൽ 5 മണി മുതൽ കുട്ടികളും അതുപോലെ തന്നെ പ്രായമായിട്ടുള്ളവരും ജീവിതത്തിൻ്റെ നാനാതുറങ്ങളിലുള്ള ആളുകളും അനുഗ്രഹത്തിനായിട്ട് ഈ കബറിടത്തിങ്കിൽ വരികയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഹൃദയ സമാധാനവും സന്തോഷവും ഒക്കെ അദ്ദേഹത്തിന് നിന്ന് ലഭിക്കുന്നുണ്ട്. റിയലി ദ സെർവൻ്റ് ഓഫ് ജോയ്, അതായത് ആഹ്ലാദം അലതല്ലി നിൽക്കുന്ന ഒരനുഭവം അദ്ദേഹത്തിൻ്റെ കബറിങ്കൽ പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. ഫാദർ ആൻ്റണി ഞള്ളമ്പുഴ എഴുതിയ ആത്മാവച്ചൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും ഇതോടനുബന്ധിച്ച് നടന്നു. ബ്രൂണോ അച്ഛൻ്റെ കബറിടത്തിങ്കൽ ഒപ്പീസും സ്നേഹം വിരുന്നും ഉണ്ടായിരുന്നു.